ഞാൻ വിളപ്പിൽ പഞ്ചായത്തിൽ നൂലോട് വാർഡിൽ ഒരു ചെറിയ കർഷകനാണ്. ആദ്യം ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നു. റബ്ബർ മാറ്റിയിട്ട് സ്ഥലം അങ്ങനെ കിടന്നപ്പോൾ PVC പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുന്നത് നെറ്റിലൊക്കെ കൊണ്ട് എനിക്കൊരാഗ്രഹം തോന്നി. ഞാൻ ഈ കുരുമുളക് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇവിടെ വസ്തു ഈ JCB കൊണ്ട് ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷം പാത്തിയായിട്ട് പിടിച്ച് 7 അടി വീതിക്ക് പാത്തി എടുത്തിട്ട് 6 അടി അകലത്തിൽ പിന്നെ PVC പൈപ്പ് കാൺക്രീറ്റ് ചെയ്ത് നിർത്തിയെന്ന് വെച്ചാൽ അടിയിൽ പൈപ്പ് ഹോൾ ഇട്ടിട്ട് അതിൽ 2 ഇഞ്ച് 2 അടിയിൽ കമ്പി ഹോൾ ഇട്ടെടുത്ത് അതിൽ കാൺക്രീറ്റ് ചെയ്ത് നിർത്തി. പൈപ്പ് നിർത്തിയതിന് ശേഷം കുരുമുളക് തൈ നടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴി കുമ്മായി മാറ്റി 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ തൈ നട്ടിട്ടുള്ളത്. തൈ ഇപ്പോൾ നട്ടിട്ട് ഏകദേശം 6-7 മാസത്തോളമായി ഈ തൈകൾ വളർന്നു വരാൻ തുടങ്ങിയിട്ട്. പിന്നെ കൂടുതലും കരിമുണ്ട, പന്നിയൂർ 1, വിജയ് ഈ തൈകളാണ് നട്ടിട്ടുള്ളത്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയല്ല, ഇത് സാധാരണ കട്ടിങ്സ് വാങ്ങിച്ച് നട്ടിട്ടുള്ള തൈകളാണ്. കൂടുതൽ തൈകളും കൃഷിഭവന് മുഖാന്തരം കൃഷിഭവൻ്റെ ഫാം പ്ലാന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ. കുരുമുളക് തൈ നട്ടതിനോട് അടുത്ത് തന്നെ ഇതിനെ കുരുമുളക് തണൽ കിട്ടാൻ വേണ്ടി പച്ചക്കറികളെല്ലാ തൈകളും ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പയറിട്ടിരുന്നു. പയർ, വെണ്ട, കത്തിരി, പാവൽ, പടവൽ എല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ പടർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സാധനങ്ങളെല്ലാം വാങ്ങി വച്ചിട്ടുണ്ട്. വളമായിട്ട് ഞാൻ പിന്നെ ചാണകപ്പൊടിയും ട്രൈക്കോഡെർമയും വാങ്ങിക്കൊണ്ടുവന്ന് അത് 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ ട്രൈക്കോഡെർമയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നനച്ച് മൂടി ഇട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഏകദേശം 15 ദിവസത്തോളം ആയി. ട്രൈക്കോഡെർമ ഇത് വച്ചിട്ടുണ്ട്. അത് ഇതിന് അടിവളമായിട്ട് ഇനി ചെയ്യാൻ പോവുകയാണ്. ട്രിപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇഞ്ചിയും മഞ്ഞളും ഉണ്ടായിരുന്നത് അതിനെ നീക്കം ചെയ്തിട്ട് തടമൊക്കെ വൃത്തിയാക്കി ഇടുന്നുണ്ട്. ട്രിപ്പ് ചെയ്യണം. ഇത് ചെയ്യുന്നത് കണ്ട് പലരും വന്ന് കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. പലരും ഇത് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. കാലമായിട്ട് PVC പൈപ്പ് നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ ഇടുന്ന വളം അതിന് തന്നെ എടുക്കാൻ കഴിയും. പിന്നെ മരം ഉണങ്ങിപ്പോവുകയോ നശിച്ചു പോവുകയോ ചെയ്താലും കുഴപ്പമില്ല, ഇതിന് ഉണ്ടാകുന്നില്ല. ഇടുന്ന വളം ഇത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കണ്ടതിന് ശേഷം എൻ്റെ സഹോദരിയുടെ പുരയിടത്തിലെ ഒരു 100 മൂട് ഇപ്പോൾ അവിടെ വച്ചിട്ടുണ്ട്. കുരുമുളക് തൈയും വരും. ഇനി ട്രിപ്പ് ഇടാനുള്ള ജോലി ഇപ്പം നടക്കുന്നുണ്ട്.